ഹായ്, നമ്മളെ രാവിലെ വല നോക്കാനായിട്ട് പോകണേ. അത്യാവശ്യം കറിക്കുള്ള മീനെ കിട്ടുന്നുണ്ടായിരുന്നേ. ഇന്ന് എങ്ങനെയാന്ന് നോക്കാം. തോട്ടപ്പുഴൻ്റെ കളിയാണ് കേട്ടോ. നമ്മൾ ഉപ്പുനീരൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. ഉപ്പാണ് ഇതുകൊണ്ട് ഇതങ്ങ് കാലിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ അമ്മരെല്ലാം ചത്തു നോക്കുള്ളൂ. നമ്മൾ കുറച്ച് ദൂരം വന്നേ ഉള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും പുഴു കയറാൻ തുടങ്ങി. കാല കയറി പൊതിഞ്ഞ് കളയും കേട്ടോ. അതുപോലെ പുഴുണ്ട്. പുതിര് മാത്രമേ രക്ഷയുള്ളൂ. നാട്ടിലിമാരെല്ലാം പൊഴിഞ്ഞ് വീഴാൻ തുടങ്ങി. അത് ഇവിടെ ഉള്ളതൊക്കെ നല്ല സൈസ് പുഴുക്കളാണ് കേട്ടോ. കാലെ പുഴു കയറുന്നുണ്ടോ നോക്കി നോക്കിയാണ് പോകുന്നത്. കടിച്ചു കഴിഞ്ഞാൽ പിന്നെ ചോര നിൽക്കത്തില്ല, അതാ കുഴപ്പം. നമ്മൾ ഡാമിലേക്ക് എത്തിയിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ വല നോക്കാനായിട്ട് പോകണേ. കുറുക്ക് കൂടെ നിൽക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ഒപ്പം വരണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ വരാൻ പറ്റില്ല. ഇവിടെ ഒരു വല ഇട്ടിട്ടുണ്ടേ. ഇതുണ്ടോ, ആദ്യമേ തന്നെ ഒരു ചേറുമീനാണ് കേട്ടോ. ചേറുമീനൊക്കെ സൈഡിലാണ് പിടിക്കുന്നത്. ചേറുമീനുകളൊക്കെ ഈ സൈഡ് ചേർന്ന് പോകുന്നുണ്ടേ പെട്ടെന്ന് കൊടുക്കും. ഇല്ല, അവനെ വെള്ളത്തിൽ ഇറങ്ങി നീന്താൻ തുടങ്ങണം ഇങ്ങോട്ടെ. ഇത് അടുത്തായിട്ടൊരു പൂളാനാണ് കേട്ടോ, ഒരു ചെറിയ പൂളാൻ. ഇതൊരു ചില്ലാങ്കൂരി കേട്ടോ. ഇതുകൊണ്ട് സിലോപ്പിയുടെ ഒരു കൂട്ടം തന്നെ വന്ന് കയറിയിട്ടുണ്ടേ. കൂടി എടുക്കണം. ഓക്കെ, അതുകൊണ്ട് നല്ല നാടൻ സിലോപ്പിയാണേ. ഇതെല്ലാം കൂട്ടം കൂടി നടക്കുന്ന മീനുകളാണ്. അതുകൊണ്ടാട്ടോ ഇങ്ങനെ ഒന്ന് കയറുന്നത്. ഫ്രൈ ചെയ്യാനൊക്കെ നല്ല ടേസ്റ്റ് കേട്ടോ. എന്തായാലും ഡാമിലെ ഇവിടുത്തെ മീനുകളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു ചെളിച്ചെവിയോ കാര്യങ്ങളൊന്നുമില്ല. നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം കേട്ടോ, അതുകൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പോൾ നമുക്ക് ആ വലയിൽ നിന്ന് അത്ര മീനാണ് കിട്ടിയത്. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാം കേട്ടോ. കുറച്ച് വല കിട്ടിട്ടുള്ളേ. വലിയ വല കുറച്ചുള്ളൂ നമുക്ക്. അതിന് കാര്യമായിട്ട് മീനൊന്നും പിടിക്കുന്നില്ല കേട്ടോ. ചെറിയ പൊടിക്കണ്ണികളൊക്കെയാണ് നമുക്ക് അത്യാവശ്യം മീൻ കിട്ടുന്നത്. ചെറുതായിട്ട് മഴ തോളുന്നുണ്ട് കേട്ടോ. ഇല്ല, മഞ്ഞൊക്കെ ഇറങ്ങി. ഈ വലിക്ക് നമുക്ക് കുറച്ച് മീൻ കിട്ടിയിരുന്നേ. ഇത് മഴയായതുകൊണ്ട് നമുക്ക് എല്ലാം ഒന്ന് വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്കിനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാവേ.